കേരള വിഷൻ പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്ന ഏറ്റവും പുതിയ പുസ്തകം ഷംനാദ് പുതുശ്ശേരി രചിച്ച വിശുദ്ധന്റെ കുമ്പസാരം തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രകാശനം ചെയ്തു. മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ ആർ പാർവതീദേവി പുസ്തകം ഏറ്റുവാങ്ങി. നിരവധി വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. മന്ത്രിയും സഹധർമ്മിണിയും ഒരേ വേദിയിൽ ഒരുമിച്ചുണ്ടായിരുന്നത് ചടങ്ങിന് മാറ്റുകൂട്ടി. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ഷംനാദ് പുതുശ്ശേരി എഴുതിയ സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം വിശുദ്ധന്റെ കുമ്പസാരം പ്രകാശനം ചെയ്തു. കേരള വിഷനാണ് പ്രസാധകർ. മന്ത്രി വി ശിവൻകുട്ടിയും മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ മന്ത്രിയുടെ സഹധർമ്മിണി ആർ പാർവതീദേവിയും ചേർന്നാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത്. ജീവിതാനുഭവങ്ങളെ സത്യസന്ധമായി ആവിഷ്കരിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വായനക്കാർക്ക് അവരിലേക്ക് തന്നെ കണ്ണുകൾ തുറക്കുവാൻ സഹായിക്കുന്ന രീതിയിൽ ഈ പുസ്തകം രചിച്ച ഷംനാദ് പുതുശ്ശേരിയെ ഞാൻ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. സാധാരണ ഞാനും ശിവൻകുട്ടിയും കൂടി ഒരു പരിപാടിക്ക് പങ്കെടുക്കാറില്ല. ഒരുമിച്ച് ഒരു വേദിയിൽ വളരെ വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാകാറുള്ളത്. പലപ്പോഴും ഞങ്ങളത് ഒഴിവാക്കാറുമുണ്ട്. അങ്ങനെ ഒഴിവാകാമെന്ന് വിചാരിച്ചപ്പോൾ ഷംനാദ് പിടിച്ച പിടിയാലെ എന്നെ ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷേ തീർച്ചയായും സന്തോഷമുണ്ട്. നടനും എഴുത്തുകാരനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ പ്രൊഫസർ അലിയാർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. ഷംനാദ് കവിതകൾ ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു ഭാവുകത്വ പരിണാമം സംഭവിച്ച കവിതയുടെ മേഖലയിൽ പുതിയ ഒരു കവിതാ രചനാ സമ്പ്രദായം കൊണ്ട് ശ്രദ്ധ ആകർഷിച്ച ഒരു കവി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കവിത സമർത്ഥമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ കവിതാ രചനയിൽ ഒരു അദ്ദേഹത്തിന് കയ്യൊപ്പ് ഉണ്ട് എങ്കിൽ നിശ്ചയമായും കഥയെഴുത്ത് വളരെ അനായാസമായിരിക്കും. അതാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കൂട്ടുകാരനായ എഴുത്തുകാരനുമൊത്തുള്ള സൗഹൃദ നിമിഷങ്ങളിലെ ഓർമ്മകളാണ് മാധ്യമപ്രവർത്തകൻ കെ വി മധു പങ്കുവെച്ചത്. ഞങ്ങൾ 2000-ൽ Y2 കാലത്ത് കേരള പ്രസ് അക്കാദമിയിൽ ജേർണലിസം പഠിച്ച രണ്ടാളുകളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു വളർച്ചയിലേക്ക് പോയത്. എഴുത്തിന്റെയും സൗഹൃദത്തിന്റെയും ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് എഴുത്തുകാരൻ ഷംനാദ് പുതുശ്ശേരി മറുപടി പ്രസംഗം നടത്തിയത്. എഴുതി വെച്ചാൽ മതി, പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട. നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങളെ പകർത്തി വെച്ചാൽ മാത്രം മതിയല്ലോ. ആളുകൾക്ക് ഇഷ്ടപ്പെടാവുന്ന തരത്തിലുള്ള ഒരുപാട് വിഭവങ്ങളുണ്ട്. പിന്നെ ഇത് വളരെ ഒരു 50 പേരോ 60 പേരോ ഒക്കെ ഉള്ള ഒരു ചെറിയ സദസ്സായിരിക്കും. പക്ഷേ ഈ സദസ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്നേഹത്തിൻ്റെ, എൻ്റെ സൗഹൃദത്തിൻ്റെ അടയാളങ്ങളൊക്കെയും വാരി അണിഞ്ഞിരിക്കുന്ന സദസ്സാണ്. നിങ്ങളുടെ വന്നിരിക്കുന്നത് പുസ്തകത്തിനുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഷംനാദ് സ്നേഹമാണെന്ന് ഹൃദയത്തിൽ തട്ടി ഞാൻ മനസ്സിലാക്കുന്നു. കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രിജേഷ് അച്ചാണ്ടി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ VS അധ്യക്ഷനായി. കൂടാതെ എഴുത്തുകാരൻ നവാസ് മേത്തർ, മെഗാ മിനി സ്ക്രീൻ താരങ്ങളായ രശ്മി ബോബൻ, കൃഷ്ണജ, സയന കൃഷ്ണ, ലക്ഷ്മി പ്രസാദ് എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ പബ്ലിക്കേഷൻസിന്റെ എഡിറ്റർ ഹരികുമാർ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.